നമ്മുടെ ഇത് കിങ്ങിണിയുടെ അമ്മയാണ്. കിങ്ങിണിയുടെ അമ്മ കിങ്ങിണിയുടെ അമ്മ ഹീറ്റാണ്. അപ്പോൾ അവളെ ഇന്ന് കുത്തിവെക്കാൻ ആള് വരും. അപ്പോ കിങ്ങിണിക്കുട്ടി വലുതായി കേട്ടോ. കിങ്ങിണിയെ ഞാൻ നാളെ കാണിക്കാം. കിങ്ങിണി വലുതായി. കിങ്ങിണി പാല് ഇതൊക്കെ വിട്ടു, പാലുകൂടിയൊക്കെ അങ്ങ് മാറ്റി കേട്ടോ. കിങ്ങിണിയുടെ പാലുകൂടിയൊക്കെ മാറ്റി 3.5 മാസം കഴിഞ്ഞു. 4ാമത്തെ മാസമാണ്. ഞങ്ങൾ ഇവിടെ പശുക്കളെ കുത്തിവെക്കുന്നത് 3 മാസം കഴിയുമ്പോഴേ കുത്തിവെക്കും. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഹീറ്റായത് ഇവള്. അപ്പോൾ ഇവളെ ഇന്ന് കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ആള് വരെയാണ്. പിന്നെ പല ആൾക്കാരുടെ സംശയം, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണോ ഇവിടെ തൊഴുത്തിലോട്ട് വരുന്നതെന്ന്. അല്ല കേട്ടോ, ഞങ്ങൾ എപ്പോഴും വരാറുണ്ട് ഇവിടെ തൊഴുത്തില്. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ്. എപ്പോഴും ഞങ്ങളുടെ 2 കണ്ണും, എൻ്റെ 2 കണ്ണും ഫാമിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വെക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഭാഷ, ഒന്നാമത് ഭാഷ അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു എന്താ പറയാ സ്വഭാവം കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജോലിക്കാര് ചിലപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് അവര് വീട്ടിലേക്ക് മാറി പോകാം, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ വേറൊരു ഫാമിലിയിലേക്ക് പോവാം. അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയാണ് ഇരിക്കാൻ അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോ എൻ്റെ 2 കണ്ണും എൻ്റെ ഹസ്ബൻഡിന്റെ ആയാലും എൻ്റെ മക്കളുടേതായാലും ആരുടേതായാലും ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെയാണ് ശ്രദ്ധിക്കാറ്. എല്ലാ പശുക്കളെയും, ഞങ്ങളുടെ കോഴികൾ കണ്ടില്ലേ, ഞങ്ങളുടെ കോഴി, ഞങ്ങളുടേതായ സ്വർഗം ഇത് തന്നെയാണ്. എപ്പോഴും വീഡിയോ എടുക്കാൻ മാത്രമല്ല ഞങ്ങൾ വരാറ്, എപ്പോഴും എന്തിനും വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പം വീട്ടിലെ ചോറും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷം ഫുൾ ടൈം ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഞാൻ ഇനി കാണരുത് ആരും ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. പശുക്കളുടെ അടുത്ത് പോയി എനിക്ക് പേടിയല്ലേ, ചിലപ്പം അറിയില്ലല്ലോ, നമ്മൾ എപ്പോഴും പെരുമാറുന്നതല്ലല്ലോ. ഇപ്പം കുളിപ്പിക്കാനും കറക്കാനും ഒക്കെ ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അപ്പം ചിലപ്പോൾ അവരെ ഇടിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു അകലം പാലിച്ച് നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം. ചിലര് ഈ കുറ്റപ്പെടുത്തുന്നവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്ത് ഉദ്ദേശത്താണ് ചോദിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ വരാറുണ്ട്, ഫാമിൽ വരാറുണ്ട്, എല്ലാ പശുക്കളെയും കാണാറുണ്ട്, എല്ലാം നോക്കാറുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇവള് ഹീറ്റാണ്, നമ്മുടെ കിങ്ങിണിയുടെ അമ്മയാണ്. നോക്കാം നമുക്ക്, കിങ്ങിണിക്ക് ഒരു അനിയത്തി കൂടെ വരുമോ, അനിയൻ വരുമോ എന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ വരും കേട്ടോ, കുത്തിവെക്കാൻ വരും. ഓക്കെ. വേനലവധിയും വന്നു ചേർന്നു, ഇടനെഞ്ചിലെന്തോ പിടഞ്ഞു വീണു. മഴ കാത്ത് കഴിയും മഴനിഴൽ പക്ഷി, ഒരു വേള നിന്നെ ഞാനോർത്തുപോയി. മഴ കാത്ത് കഴിയും മഴനിഴൽ പക്ഷി, ഒരു വേള നിന്നെ ഞാനോർത്തുപോയി. പ്രണയിനി നിന്നോർമ്മ ആഴ്ന്നിറങ്ങുമ്പോളൻ മനസ്സോ കുളിർക്കുന്നു മഴ പെയ്തപ്പോൾ. പ്രണയിനി നിന്നോർമ്മ ആഴ്ന്നിറങ്ങുമ്പോളൻ മനസ്സോ കുളിർക്കുന്നു മഴ പെയ്തപ്പോൾ. ഒരു വേനലവധിയും വന്നു ചേർന്നു, ഇടനെഞ്ചിലെന്തോ പിടഞ്ഞു വീണു.